ഹലോ, നമസ്കാരം. ഹായ്. ഒരു സിനിമ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത്. മലയാളി ഫ്രം ഇന്ത്യ. ഇന്നലെ കണ്ടതേ ഉള്ളൂ. നല്ല സിനിമയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നന്നായിട്ട് ആസ്വദിച്ച ഒരു സിനിമ. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ പ്രധാന കഥാപാത്രം നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചതാണ് ധ്യാൻ ശ്രീനിവാസൻ. മൽഘോഷ് എന്ന ക്യാരക്ടർ. മൽഘോഷും ഗോപിയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ മനോഹരമായിരുന്നു. ഈ സിനിമയുടെ കൂടുതൽ നമ്മൾ സ്പോയിലർ ഒന്നും പറയുന്നില്ല. ഈ സിനിമയിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡയറക്ട് ചെയ്താരാണ്? ഡിജോ ജോസ് ആന്റണിയുടെ തൊട്ട് മുന്നത്തെ സിനിമയായ ജനഗണമനയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിലും ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്, ഇതിലും ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയത്തെ വളരെ കോമഡിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ എന്റർടൈൻമെന്റ്, അതായത് നമ്മൾ സിനിമ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ രാഷ്ട്രീയവും എല്ലാം ചേർന്നതാണെങ്കിലും അത് വളരെ കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും ബോറടിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതിനകത്ത് പറയുന്ന രാഷ്ട്രീയം വളരെ സിമ്പിളാണ്. കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. ഒരു ഭാഗത്ത് സംഘികളും മറുഭാഗത്ത് സുഡാപ്പികളും, ഇതിൻ്റെ ഇടയിൽ LDFും UDFും, പിന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കുറേ മനുഷ്യരും. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ നമ്മുടെ ഗോപി സാധാരണ വ്യത്യസ്തമായിട്ട് എടുത്തേക്കാണ്. ഗോപി എന്ന് പറയുന്നതാണ് നമ്മുടെ നിവിൻ പോളി. ഇതിനകത്ത് ഒരു മൃദുസംഖ്യയാണ്. അതായത് കട്ടസംഖ്യ ആയിട്ടില്ല, എന്നാൽ ഉള്ളിലെ ദേശസ്നേഹവും എന്താ പറയുക രാജ്യസ്നേഹവും ഒക്കെ ചേർന്നിട്ട് നമ്മൾ ടിപ്പിക്കലായിട്ട് നമ്മൾ കാണാറില്ലേ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാറില്ലേ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിയുമ്പോൾ പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം പോലെ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പാകിസ്ഥാനോട് ക്രിക്കറ്റ് മാച്ചിൽ തോക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്ന ഫീലൊക്കെ ഉള്ള ഒരുപാട് സംഖ്യകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും നിഷ്കു സംഖ്യകളാണ്. അതുപോലെ ഒരു നിഷ്കുവാണ് നമ്മുടെ ഗോപിയും അതുപോലെ തന്നെ മൽഘോഷ് നിഷ്കു എന്നൊന്നും പറയാൻ പറ്റില്ല. മൽഘോഷാണ് ഈ സിനിമയുടെ ഒരു കോമഡി ആയിട്ട് കൊണ്ടുപോകുന്നെങ്കിലും അതായത് ഒരു ടിപ്പിക്കൽ നിഷ്കു ആണ്, എന്നാൽ മണ്ടനായ ഒരു സംഖ്യ. ഓക്കെ, അതിലങ്ങനെ വകഭേദം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരു മണ്ടൻ സംഖ്യയാണ് ഈ പറയുന്ന മൽഘോഷ്. പക്ഷേ മൽഘോഷ് നല്ല എന്റർടൈനർ ആയിരുന്നു. നമുക്ക് നല്ല മൽഘോഷിന്റെ ഞാന്റെ പഴയൊരു സിനിമ ഉണ്ടല്ലോ, ഏതാണ് അവനൊരു എനിക്ക് ഫോട്ടോ തരൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിനിമയില്ലേ, നമ്മുടെ കുഞ്ഞിരാമായണത്തിലെ ആ മന്ദബുദ്ധിയിൽ നിന്ന് ഇപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ വെളിയിൽ ഇറങ്ങിയിട്ടില്ല അല്ലേ? അതേപോലെ ഒരു ടച്ച് തന്നെയാണ് പോകുന്നത്. ഒരു മണ്ടനായ അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയായ ഒരു കഥാപാത്രം. മന്ദബുദ്ധി അല്ല, എന്നാൽ മന്ദബുദ്ധിയെ പോലെ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷനാണ് തുടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിലും അതിൽ ബാക്കി എടുത്ത് പറയത്തക്ക അഭിനയം കാഴ്ചവെച്ചത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഒരു സീനിൽ മാത്രമേ ഷൈൻ ടോം ചാക്കോ ഉള്ളൂ, പക്ഷേ ആ സീന് ഭയങ്കര കൈയടിയായിരുന്നു. തിയേറ്ററിൽ ഒരു അടിപൊളി സീനായിരുന്നു. അത് ഒരു കോമഡിയാണ്, ഒരു കോമഡി രൂപത്തിൽ എടുത്തിട്ടുണ്ട്. വളരെ എന്റർടൈനിങ് ആയിരുന്നു ആ സ്ഥലവും. അതുപോലെ തന്നെ ജനഗണം എന്ന സിനിമയിൽ സലീം കുമാറേട്ടൻ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. അതുപോലെ ഇതിൽ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് എന്തായിരുന്നു? നിനക്കൊന്നും രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ മതത്തിനെ കൂട്ടുപിടിക്കരുത്. അതൊരു പഞ്ച് ഡയലോഗാണ്. ഈ കാലത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഉള്ളിൽ കൊണ്ട് കിടക്കേണ്ട ഒരു കാര്യം സലീം കുമാർ നല്ല പഞ്ചായിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഡയലോഗ് അടിച്ചപ്പോൾ തിയേറ്ററിൽ മൊത്തം കൈയടിയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. നമ്മളെ കേരളം ഇപ്പോഴും വീണിട്ടില്ല. മതേതരത്വം, സോഷ്യലിസവും മതേതരത്വവും ഒക്കെ നിൽക്കുന്നു എന്ന് ഇപ്പോഴും തെളിയിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയായിരുന്നു ആ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ. ഡയലോഗ് വളരെ സിമ്പിൾ ആണ്. നിനക്കൊന്ന് രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ അതിന്റെ ഇടയിൽ മതം കുത്തിക്കേറ്റരുത്, മതത്തിനെ കൂട്ടുപിടിക്കരുത്. അതുപോലെ തന്നെ മറ്റേ തെയ്യമല്ല, മൂത്തപ്പൻ, അതായത് കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ നോർത്ത് കേരള ഭാഗത്തൊക്കെ കണ്ടുവരുന്ന ആ ഒരു തെയ്യവും അല്ലെങ്കിൽ മൂത്തപ്പൻ എന്നുള്ള കഥാപാത്രം. അപ്പൊ അതില് അവിടെ ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ മതസൗഹാർദ്ദം കാണിക്കുന്ന ഒരു സീനുണ്ട്. അല്ലെങ്കിൽ അത് കേരളത്തിന്റെ മാത്രം കണ്ടുവരുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു മൂമെന്റ് തന്നെയാണ്. അവിടെ ജാതിയല്ല, അവിടെ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു സീന് കാണിക്കുന്നത്. അതും ഫുൾ കൈയടിയായിരുന്നു. തിയേറ്ററിൽ മുഴുവൻ കൈയടിയായിരുന്നു. പിന്നെ അതിനകത്ത് വേറെ ഈ ഈ ഗോപി എന്ന് പറയുന്ന കഥാപാത്രം മൃദുസംഖ്യയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവൻ ഈ കേരളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിച്ചിട്ട് ഗൾഫിലെത്തുന്നുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ദുബൈയിലെത്തി. നമ്മളെല്ലാവരും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളൊന്നുമില്ല. പാകിസ്ഥാനികളെ പച്ചയെന്നും ഇന്ത്യക്കാരെയൊക്കെ പ്രത്യേകിച്ച് മലയാളികളെയൊക്കെ മലബാറി എന്നൊക്കെ വിളിച്ച് ഒരു വേറെ രീതിയിലാണ് അവിടെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന നിഷ്കുവായിട്ടുള്ള സംഖ്യയായിട്ടുള്ള ഗോപി
ദുബൈയിലെത്തുകയും, ദുബൈയിലാണോ എന്നറിയില്ല, ഒരു ഗൾഫ് രാജ്യത്ത് എത്തുകയും, ദുബായാണ്. ദുബൈയാണ് അല്ലെ, അവിടെ വെച്ചിട്ട് ഒരു പാകിസ്ഥാനിയെ പരിചയപ്പെടുകയും ആ പാകിസ്ഥാനിയും ഈ മൃദുസംഖ്യയും തമ്മിലുള്ള എന്താ പറയാ ആ ഒരു കോമ്പിനേഷൻ അവിടെ അത് കൊള്ളാം. അതും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ എന്താ പറയാ അവിടെയൊക്കെ കുറച്ച് അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആ ഒരു കോമഡി ഒന്നും അങ്ങ് അത്രയ്ക്ക് അങ്ങ് പിടിച്ചു വന്നില്ല. നിവിൻ പോളിക്ക് പറ്റുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നാ തോന്നുന്നത്. നിവിൻ പോളിയുടെ മൈൻഡ് വോയിസ് ആയിട്ട് വരുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. അത് പറയാൻ പറ്റൂല. അത് സ്പോയിലർ ഒന്നും കളയുന്നില്ല. സ്പോയിലർ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ആ സിനിമയിലുള്ളത്. ധൈര്യമായിട്ട് ആ സിനിമ പോയി കാണാം. പിന്നെ ഉള്ളത് അതിനകത്തുള്ള പാട്ടുകളാണ് അല്ലെ. പാട്ടുകളൊക്കെ പഴയ മോഹൻലാൽ സിനിമകളെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ എടുത്തതായിരുന്നു. കവിളിണയിൽ ആ പാട്ട് അതുപോലെ അത് മിക്ക പാട്ടുകളും അതുപോലെ തന്നെയാണ്. പഴയ 90s മോഹൻലാൽ സിനിമകളിൽ നമ്മൾ ആസ്വദിച്ചിരുന്ന് കേൾക്കാറില്ലേ, അതുപോലുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നായിക എന്ന് പറയുകയാണെങ്കിൽ അനശ്വര രാജനാണ് വരുന്നത്. പക്ഷെ അത് കുറച്ച് സീനിന് മാത്രമേ ഉള്ളൂ. അനശ്വര തുടക്കത്തിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ എന്താ പറയാ കുറച്ച് നായികയ്ക്ക് ഒരു റോളില്ല ഇതിനകത്തല്ലേ. നായികയ്ക്ക് ഒരു പ്രത്യേകിച്ച് റോളില്ല. പക്ഷെ നായികയ്ക്ക് വേണ്ടി ഒരു നായിക വന്നു. അല്ല ആ ക്യാരക്ടർ ആ ഒരു നിവിൻ പോളിയുടെ ഒരു തോന്നുന്നു പ്രായമായ ഒരാള് അങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്താണ് നിവിൻ പോളിക്ക് പ്രായമുണ്ടെന്നും നിവിൻ പോളിയുടെ നായികയ്ക്ക് പ്രായമില്ല എന്നും അത് വെച്ചിട്ടുള്ള കോമഡികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത്. നിവിൻ പോളി നല്ല തടിയുണ്ട്, നല്ല തടിച്ച് ബിരിയാണിയൊക്കെ ഒരുപാട് തൊട്ടുമുമ്പത്തെ സിനിമയിൽ അതായത് വർഷങ്ങൾക്ക് ശേഷം പറയും പോലെ 1 or 2 കൂടുതൽ ബിരിയാണികൾ കഴിച്ചതിന്റെ ഒരു കാണാനുണ്ട്. അതിനേക്കാൾ തടി ഉണ്ടായിരുന്നു നമ്മള് ധ്യാൻ ശ്രീനിവാസൻ. അല്ല എനിക്ക് തോന്നുന്നു നിവിൻ പോളി തടി കുറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. മുന്നേ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സാറ്റർഡേ നൈറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളി വേറെ ലെവലാണ് ഈ സിനിമയിൽ. നല്ലതായിരുന്നു. നമുക്ക് നിവിൻ പോളിയുടെ തിരിച്ചു വരവെന്ന് എല്ലാവരും ഇതുപോലെ എന്താ പറയാ റിവ്യൂസിലൊക്കെ പറഞ്ഞില്ലേ. അതിനകത്ത് നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ചാരാണ് മഞ്ജു പിള്ള. അത് നന്നായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയിലും അങ്ങനെയാണല്ലോ. ഇതിലും ആ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാരാബ്ധക്കാരിയായ ഒരു അമ്മ, ജോലിക്കൊന്നും പോകാത്തൊരു മകൻ, കല്യാണപ്രായമായ ഒരു മകളൊക്കെ ഉള്ള ഒരു പ്രാരാബ്ധക്കാരിയായിട്ടുള്ള ഒരു അമ്മ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ, അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളെ ബജ്രംഗി ഭായ്ജാൻ എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സൽമാൻ ഖാൻ പാകിസ്ഥാനിൽ ഒരു കുട്ടിയെ കൊണ്ടുവിടുന്ന ഒരു സിനിമയാണ്. അത് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കണ്ടതാണ്. നമ്മുടെ അതിലും ഒരു ഹനുമാൻ ഭക്തനായ ബജ്രംഗി ഭായ്ജാൻ ഒരു ഇന്ത്യയിൽ പെട്ടുപോകുന്ന ഒരു മകളെയും കൊണ്ട് പാകിസ്ഥാനിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഏകദേശം അതുപോലെ സിമിലർ ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഇതിനകത്തുണ്ട്. അത് ഞങ്ങൾ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ടാൽ മതി. നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അത് സിനിമ കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും ഒരിടത്തും ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അത് നമുക്ക് സിനിമയിൽ എറിച്ച് നിൽക്കുന്നത് പോലെ തോന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അല്ല നിവിൻ എങ്ങനെ അവിടെ എത്തി ഒരു ഇന്ത്യൻ എന്ന നിലയിൽ പെട്ടെന്നൊന്നും ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല നിവിൻ പോളി പോകുന്നത്. അപ്പൊ അത് എപ്പോഴും കണക്ട് ആയിട്ടില്ല. എങ്ങനെയായാലും നിവിൻ പോളി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ബജ്രംഗി ഭായ്ജാനാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. സൽമാൻ ഖാനെയാണ് ഓർമ്മ വന്നത്. എനിവേ ഒരുപക്ഷെ കയ്യിൽ നിന്ന് പോവേണ്ട കുറെ സീനുകളായിരുന്നു അത്. അതെ, കയ്യിൽ നിന്ന് പോകുന്ന കുറെ സീനുകളായിരുന്നു. പക്ഷെ അത് വളരെ വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഡയറക്ടർ ആരായിരുന്നു ഇതിനകത്ത്? ഡിജോ ജോസ്. അതുപോലെ പ്രൊഡ്യൂസർ ആരായിരുന്നു? സ്റ്റീഫൻ. അതായിരുന്നു. ഓക്കെ, അപ്പോ ഇതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ ഒന്നും അറിയില്ല. സിനിമ കണ്ടു, നിങ്ങൾക്കും ധൈര്യമായിട്ട് പോയി കാണാം. തുടക്കം തൊട്ട് അവസാനം വരെ കോമഡി ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയം നമ്മളെ ബോറടിപ്പിക്കുന്നതല്ല. കുറെ നല്ല കാര്യങ്ങൾ, കുറെ എന്താ പറയാ, കുറെ മെസ്സേജുകൾ, ഗുഡ് മെസ്സേജുകൾ ആ സിനിമ കൺവേ ചെയ്യുന്നുണ്ട്. കുടുംബത്തോട് പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല നിവിൻ പോളി ചിത്രം. നമുക്ക് ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുത്ത് നോക്കാം. അപ്പോൾ 10 ഞാനൊരു 6 കൊടുക്കും. ഞാൻ 6ന്റെ കൂടെ 2 പോയിന്റ് കൂട്ടി കൊടുക്കും. 1 നിവിൻ പോളിക്കും 1 ധ്യാൻ ശ്രീനിവാസും കൂടെ 10ൽ 8 എന്റെ. ഞാൻ ധ്യാനൊരു പോയിന്റ് കുറയ്ക്കും കേട്ടോ. എനിക്കത് കുറച്ച് വളുപ്പായിട്ടൊക്കെ തോന്നി ഇടയ്ക്ക്. ഓക്കെ, എനിവേ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി കണ്ടോ. ഒരിക്കലും കൊടുക്കുന്ന കാശ് വേസ്റ്റ് ആവില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു നിവിൻ പോളി ചിത്രം വരുന്നത്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഇതിന് മുന്നേ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ. ഇതുമായിട്ടൊരു ബന്ധമില്ല, എന്നാലും പറഞ്ഞതാണ്. ആ സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം നിവിൻ വന്നപ്പോഴാണ് ആ സിനിമ അത് കറക്റ്റാണ് കേട്ടോ. നിവിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ധ്യാൻ ഈ ഇന്റർവ്യൂലൊക്കെ തള്ളുന്നതിന്റെ കാര്യങ്ങളിൽ ആ സിനിമ അല്പമെങ്കിലും മുന്നോട്ട് പോയത്. നിവിനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആ പടം പക്കാ ബോറായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം നിവിൻ വന്നതിന് ശേഷം കുറെ നമുക്ക് നല്ലൊരു എന്റർടൈനർ ആയിരുന്നു ആ സിനിമ. വിനീത് ശ്രീനിവാസൻ ചെയ്തു വെച്ചതിൽ ഏറ്റവും ബോർ പടം, അതിനപ്പുറം ഒന്നും പറയാനില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ലാഗൊന്നും ആയില്ല, ഒരിക്കലും ലാഗില്ല. നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങളും പോയി കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്.